അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ നിസ്കാരത്തിലും അതുപോലെ ഫാത്തിഹയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫാത്തിഹയെല്ലാം പലപ്പോഴും നമ്മൾ ഓതി അങ്ങ് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ചിലതെല്ലാം അക്ഷരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സംഗതിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന വല്ലാത്ത പിഴവാണ്. ഫാത്തിഹയിലെല്ലാം ഒരു അക്ഷരം നഷ്ടപ്പെട്ടാൽ തന്നെ ഫാത്തിഹ പോയി, നിസ്കാരം പോയി, പിന്നെ നമ്മളെടുത്ത പണിയെല്ലാം വെറുതെയാണല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പം തിരക്ക് പിടിച്ച നേരത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുക. ശരിക്കാണ് അർ-റഹ്മാൻ റഹീം, അവിടെ ഒരു മീമുണ്ട്, മാലിക് എന്നുള്ള ഒരു മീമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഓതുമ്പോൾ അർ-റഹ്മാൻ റഹീം മാലിക്, ഈ റഹീം എന്നുള്ള എൻ്റെ മീമ് ചിലപ്പം വരുമല്ല. അതുകൊണ്ടെല്ലാം ശ്രദ്ധിച്ചിട്ട് രണ്ട് മീമും വരുന്ന രൂപത്തിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ വരിൽ മൗദൂബി അലൈഹിം വലദ്ദാലീൻ പെട്ടെന്ന് പറയുമ്പോൾ അലൈഹിം എന്ന മീമ് വരാണ്ട് വാ എന്നാൽ വാവ് ഉച്ചരിക്കൽ വന്നു. അപ്പാടല്ലോ വരിൽ മൗദൂബി അലൈഹിം വലദ്ദാലീൻ, അങ്ങനെ ആ മീമ് ശരിക്ക് ശ്രദ്ധിച്ചിട്ട് പറയണം. അല്ലെങ്കിൽ നിസ്കാരം തന്നെ ഫാത്തിഹ തന്നെ. സലാം വീട്ടുന്നിടത്ത് അധികം ആളുകൾക്കും പറ്റുന്ന ഒരു പിഴവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാ പറയും. അലൈക്കും വാ എന്ന് പറയുമ്പോൾ മീമാവണമെങ്കിൽ ചുണ്ടുകൾ പ്രസ്സായി നിൽക്കണം, വാവാണെങ്കിൽ ലേശം ഒന്ന് ഉയർന്ന് നിൽക്കണം. അപ്പോൾ ഈ മീമ് ചുണ്ട് പ്രസ്സായി നിന്ന് മീമ് വരുന്നതിൻ്റെ മുന്നേ വാവങ്ങ് തുടങ്ങിപ്പോകുന്നത് കൊണ്ട് അസ്സലാമു അലൈക്കും എന്നത് ഫുള്ള് പറയാത്തൊരവസ്ഥ വന്നുന്നുണ്ട്. സംഗതിയാണ് വേറെ രസമുണ്ട്. ഈ വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് സുന്നത്താണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഫർളാണ്. അപ്പോൾ ഈ സുന്നത്ത് എടുക്കുമ്പോൾ നമ്മുടെ ഫർള് നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി സാധാരണ ഉണ്ട്. നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരമായിട്ട് വരണ്ടേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.